ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അടിയനെ മറച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എൻ്റെ ദൈവം സംസാരിച്ചാലല്ല, എൻ്റെ കർത്താവേ സ്തോത്രം, അങ്ങയുടെ ജീവനും ചൈതന്യമുള്ള ഹല്ലേലൂയ വചനങ്ങൾ ഹല്ലേലൂയ തന്റെ മക്കളുടെ അടുത്ത് കടന്നു ചെല്ലുവാനും അടിയനക്ക് പ്രയോജനമായി തന്റെ മക്കൾക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട്. 1 പത്രോസ് 1:23. 1 Peter chapter 1 verse 23. 1 പേതുരു 1-ാം അധികാരം 23-ാം വചനം. അന്യോന്യം ഒറ്റ സ്നേഹിപ്പീൻ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് സ്ട്രോങ് ആയിട്ട് വായിച്ചേ. അന്യോന്യം ഒറ്റ സ്നേഹിപ്പീൻ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ജനിച്ചിരിക്കുന്നു? അഴിവുള്ള വിത്തിനാലേ അല്ല, എന്തെന്റെക്കും നിൽക്കുന്നതും ജീവനുള്ളതുമാണ് ദേവവസനമാകിയ അഴിവില്ലാതെ വിത്തിനാലേ നാം ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനത്തിൽ ശാംബ്രദർ പറഞ്ഞു, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. മറുപടിയും നാം പിറந்திருக்கிற അനുഭവം வேண்டும். ഹല്ലേലൂയ, സ്തോത്രം. മറുപടിയും നാം പിറந்திருக்கிற അനുഭവം வேண்டும். വേർഡ് ഓഫ് ഗോഡ് ഈസ് എ ഇംപെരിഷബിൾ സീഡ്. ഹല്ലേലൂയ, സ്തോത്രം. അഴിയാതെ വിത്ത്, അഴിയാതെ വിത്താണ് தேவனுடைய வசனம், தேவனுடைய வசனம். ஹல்லேலூயா, ஸ்தோத்திரம். இந்த வசனத்தை அழிப்பதற்காக, ഈ വചനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകമെമ്പാടും പല കാലഘട്ടങ്ങളിൽ എല്ലാവരും ശ്രമിച്ചു. പക്ഷേ എല്ലാവരുടെയും ശ്രമമെല്ലാം പരാജയപ്പെട്ടു. எல்லாரும் என்ன செஞ்சாங்க? தோற்று போனாங்க. எவ்வளவு தூரம் வேத புஸ்தகத்தை உலகத்திலிருந்து அழிக்க வேண்டும், முதலாவது என்ன செஞ்சாங்க? அவர்களுடைய காலகட்டத்தில் வேத புஸ்தகம் யாருக்கு என்ன செய்யாது? எளிதாக கிடைத்து விடாது, எளிதாக கிடைத்து விடாது. பரிசேயர்கள் நாம் சிந்தித்தது போல வேதத்தை நன்றாய், நியாயப்பிரமாணத்தை നന്നായി പഠിച്ചവർക്ക് മാത്രം ആലയത്തിൽ ഒരു വലിയ പുസ്തകം അത് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് കേൾക്കണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് എന്തില്ല? വേദപുസ്തകം കൈകളിൽ ഇല്ല. പിന്നെ എപ്പോഴാണ് കിട്ടിയത്? ഒരു റിഫോർമേഷൻ സംഭവിച്ചു. മാർട്ടിൻ ലൂതർ എൻகிற ദേവദാസൻ ഹല്ലേലൂയ ഇതുപോലെ വേദപുസ്തകത്തെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പുള്ളി ഒരു പുരോഹിതനാണ്. ഹല്ലേലൂയ, ഒരു പുരോഹിതനാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു അതിൽ നിന്നെല്ലാം ഒരു മാറുപാട്, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന് നമ്മുടെ കരങ്ങളിൽ இந்த வேத புஸ்தகம் கிடைக்க ஹல்லேலூயா நேர்ந்தது. இந்த வேத புஸ்தகம் இலகுவாயிட்டு நம்முடைய கரங்களில் இப்ப எல்லா கையிலும் மொபைல்ல இருக்கிறது. ஹல்லேலூயா, புஸ்தகமாக 1க்கு 4, 5 ஒவ்வொரு வீடுகளிலும் இருக்க காரணம், அநேகர் ஹல்லேலூயா தங்களுடைய ஜீவனை கூட பார்க்காமல் ஹல்லேலூயா இரத்த சாட்சியாக மரித்து அநேகர் நமக்கு இதை என்ன செஞ்சிருக்காங்க? வாங்கி கொடுத்திருக்கிறாங்க. ஹல்லேலூயா. அப்போ அநேகர் இந்த வேத புஸ்தகத்தை அடுத்தது அச்சிட அதை எரித்து விட வேண்டும், அதை எப்படியாவது அழித்து விட வேண்டும் என்று ஹல்லேலூயா நினைத்த பொழுதிலும் என் தேவனாகிய கர்த்தர் எப்படியாக அதை அழிக்க நினைத்தார்களோ அதற்கு வேகமாக காட்டு தீ போல் வேத புஸ்தகம் பரவினது. ஹல்லேலூயா. വേദ പുസ്തകം ഹല്ലേലൂയ തീയിനെ കാട്ടിലും, കാട്ടിൽ പിടിക്കുന്ന തീയിനെ കാട്ടിലും അതിവേഗതയിൽ ഹല്ലേലൂയ എല്ലാവർക്കും ലഭ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഹല്ലേലൂയ ഒരു മണിക്കൂറിൽ 10,000 ഹല്ലേലൂയ പുസ്തകത്തിന് മുകളിലായിട്ട് പ്രിന്റ് ചെയ്ത് വെളിയെ വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ദൈവവചനം എങ്ങനെയാണ് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പോകുമ്പോൾ ഹല്ലേലൂയ അതെപ്പടി വരും? ഹല്ലേലൂയ, യു കാൻ ഇമാജിൻ ദാറ്റ് ഒരു ഇലക്ട്രിക്കൽ വയർ, അതിൽ നിന്ന് ഒരു കറണ്ട് പാസ്സായി പോകുമ്പോൾ അവിടെ ഒരു ഇരുണ്ടിരിക്കുന്ന ഇടം എന്ത് ചെയ്യുന്നു? പ്രകാശം അടിക്കുന്നത് പോലെ ഹല്ലേലൂയ മനുഷ്യനുடைய ജീവിതത്തില് இந்த ജീവനും ചൈതന്യമുള്ള ഹല്ലേലൂയ
ദൈവവചനം ഹല്ലേലൂയ ഊടുരുവി തമിഴില് അത് ഊടുരുവി വരും പൊഴുது ഹല്ലേലൂയ when it is entered the God's word hallelujah there will be a transformation is happening hallelujah அப்படித்தான் கல்லான இருதயம் உள்ளவர்கள் hallelujah சதையான இருதயம் உள்ளவர்களாக மாறுகிறார்கள் hallelujah முன் கோபிகள் சாந்த குணம் உள்ளவர்களாக மாறுகிறார்கள் hallelujah அநேக தவறுகளை அநேக குற்றங்களை செய்து கொண்டிருந்த குற்றவாளிகள் இயேசுவுக்காக தங்களுடைய வாழ்க்கையை என்ன செஞ்சிருக்காங்க ഒപ്പ് കൊടുത്തിരിക്കുകയാണ് യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ ദൈവവചനത്തിന്റെ സത്യം അതിന്റെ സ്തോത്രം ആഴമായിട്ട് മനുഷ്യ ജീവിതത്തിന്റെ ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഹല്ലേലൂയ സ്തോത്രം വിശ്വസിച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത് ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു എൻകൗണ്ടറിലൂടെയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവവചനം എന്ന എൻകൗണ്ടറിലൂടെയാണ് നമ്മളും വിടുവിക്കപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ മറുപടിയും ജനിപ്പിക്കപ്പെട്ടിരിக்கிறீர்கள் നിങ്ങൾ ഹല്ലേലൂയ ഈ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടോ നമ്മളെല്ലാവരും വീണ്ടും ജനിച്ചവരാണ് ഹല്ലേലൂയ സ്തോത്രം ബൈ ഡിഫോൾട്ട് when we hallelujah believe Jesus as a Christ hallelujah യേശുവിനെ ക്രിസ്തുവായി യേശുവിനായിട്ടല്ല യേശുവെ അനേകർക്ക് നന്നാ പിടിക്കും எப்படி പിടിക്കും അനേകർക്ക് നന്നായി പിടിക്കും எப்படி പിടിക്കും യേശു നല്ല ഒരു ബോധകർ ഹല്ലേലൂയ യേശുവിന്റെ വാർത്തകൾ എല്ലാം സമാധാനത്തിற்குரிய വാർത്തകൾ ലൈക്ക് എ காந்திஜியை எப்படியெல்லாம் எல்லாரும் விரும்புகிறார்களோ அகிம்சா வழியில் ஹல்லேலூயா யுத்தம் செய்து இந்தியாவுக்கு சுதந்திரத்தை வாங்கி கொடுத்த காந்திஜியை எப்படியெல்லாம் நேசிக்கிறார்களோ அதே போல ஒரு கூட்டம் இயேசுவை என்ன செய்கிறது நேசிக்கிறது ஏன்னா உலகத்துல வந்து பாவமா ஒரு சாதுவா வந்து ஹல்லேலூயா எல்லாருக்கும் நல்ல போதனைகளை கொடுத்து எல்லாருக்கும் நல்ல ഹല്ലേലൂയ നല്ലത് മാത്രം കൽപ്പിച്ചിട്ട് പോയ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അനേകർ എന്ത് ചെയ്യുന്നു അറിയുന്നു യേശുവിനെ സ്നേഹിക്കുന്നു പക്ഷേ ഒരു വീണ്ടും ജനനം പ്രാപിച്ചവരുടെ അടയാളം ഹല്ലേലൂയ അടയാളം ഒരു 2-3 അടയാളം ഞാൻ പെട്ടെന്ന് പറയാം നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യുക ഹല്ലേലൂയ നിങ്ങൾ ശോധന ചെയ്യുക ഒന്ന് പെട്ടെന്ന് വായിക്കണം 1 യോഹന്നാൻ 5:1 1 John 5:1 1 യോഹന്നാൻ 5:1 The one who believes Jesus is the Christ hallelujah യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എവിടെ ജനിച്ചിരിക്കുന്നു അവൻ ദേവനാൽ പിറന്നിരിക്കുകയാണ് ഹല്ലേലൂയ അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി വീണ്ടും ജനിച്ചിരിക്കുന്നു ആരാണ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ വിശ്വസിക്കുന്നു യേശുവാണ് ക്രിസ്തു എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഹല്ലേലൂയ യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നു രണ്ടാമത് 1 പത്രോസ് 2:3 1 പേതുരു 2-ാം അധികാരം 3-ാം വചനം நீங்கள் வளரும்படி புதிதாய் பிறந்த குழந்தைகளை போல കളങ്കമില്ലാതെ ஞானப்பாலின்மேல் வாஞ்சியாய் இருப்பீர்கள் ഹല്ലേലൂയ ഇംഗ്ലീഷിൽ അതല്ല വാക്യം വേറെ വാക്യമാണ് ഹല്ലേലൂയ എങ്ങനെയായിരിക്കണം a newborn baby desire ഒരു പുതിയതായി ഇപ്പൊ ജനിച്ച കുഞ്ഞിന് എന്താണ് ആവശ്യം പാല് മാത്രമേ ആവശ്യമുള്ളൂ വേറെ ഒന്നും ആവശ്യമില്ല പാല് മാത്രമേ ആവശ്യമുള്ളൂ ഹല്ലേലൂയ വേറെ ഒന്നും ആവശ്യമില്ല പുതിയതായി പിറന്ന a newborn baby desire only a milk from the mother ഹല്ലേലൂയ അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഐഡന്റിറ്റി എപ്പോഴും ദൈവത്തിന്റെ വചനത്തിനായുള്ള ദാഹം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനായി ഉള്ള ദാഹം ഈ സഭയിൽ വന്നിട്ട് വെള്ളിയാഴ്ച ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ വന്ന് ഓപ്പൺ ചെയ്യുന്നവർ വീണ്ടും ജനനം പ്രാപിച്ചവർ പുതിയതായി ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ എത്ര ഒരു 10 മിനിറ്റിനൊരിക്കൽ അല്ലെങ്കിൽ അരമണിക്കൂറിനൊരിക്കൽ കരഞ്ഞ് പാലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും കരയും അമ്മ അല്ലെങ്കിൽ അതിനു വേണ്ടി പാൽ ഹല്ലേലൂയ കരയുന്നതിന് മുമ്പേ എടുത്ത് കൊടുക്കും അപ്പം ഒരു പുതിയതായി ജനിച്ച കുഞ്ഞ് എങ്ങനെ ഒരു പാലിന് വേണ്ടി ആഗ്രഹിക്കുന്നോ ആ ഒരു ആഗ്രഹം ദൈവവചനത്തിന്റെ മേൽ നമുക്ക് വേണം നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുക ഹല്ലേലൂയ അടുത്തത് 1 യോഹന്നാൻ 3:9-10 1 John 3:9-10 ദൈവത്താൽ
ജനിച്ചവൻ, ദേവനാൽ പിറന്നവൻ എവനും പാപം ചെയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. Sin is not comfortable for the one who born again. വീണ്ടും ജനനം പ്രാപിച്ചവന് പാപം ഒരു കംഫർട്ടബിൾ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. കംഫർട്ടബിൾ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. പാപം ഒരു കംഫർട്ടബിൾ അല്ല. അടുത്തത് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി ആകുവാൻ. പഴയതെല്ലാം അനുസരിച്ചിട്ടാ, പഴയതെല്ലാം പോയിട്ട്. ഒരു എക്സാമ്പിൾ, മോസസ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലത്ത് ഒന്ന് പറഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യും? എടുത്ത് തലമുദ്ര കുത്തി മണലിന്റെ കൂടെ കുത്തി കൊല്ലും. ആ ഒരു ദേഷ്യം, ആ ഒരു മുൻകോപിയാണ് ആര്? മോശസ്. പക്ഷേ വേദപുസ്തകത്തിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മോശയെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നു? സർവഭൂമിയിലും മോശയെ പോലെ സൗമ്യവാൻ, ശാന്ത ഗുണമുള്ളവൻ ഒരുവനും ഇല്ല. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലാനാൽ எப்படி இருக்கணுமா? சாந்த குணம். ஹலோ, ஒருவன் கிறிஸ்துவிலானா எப்படி இருக்கணுமா? சாந்த குணம். இந்த இடம்னு நினைக்கிறேன், இல்லைன்னா கொடுத்துருக்கேன். ഇയാളെന്ന് ഞാൻ എന്തോ ഞാൻ വിട്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആരില്ല, നമ്മൾ ഇതുവരെ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെന്ത് மறுபடியும் பிறந்த அனுபவத்துல இன்னும் வரல. ரட்சிக்கப்பட்டிருக்கிறோம், பட் மறுபடியும் பிறந்த அனுபவத்துல நம்ம வரல. ஹல்லேலூயா, ஸ்தோத்திரம். முன்னாடி എലുമിച്ചപ്പഴം, കരുക്ക്, കോഴി, ആട്, അതൊക്കെ പഴയ സ്വഭാവങ്ങളാണ്. മനസ്സിലായ ആർക്കെങ്കിലും? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർക്കൊന്നും മനസ്സിലാവത്തില്ല. അല്ലാതെ ഉള്ള വിശ്വാസത്തിൽ ജനിച്ചവർക്ക് എലുമിച്ചയിലുള്ള വിശ്വാസം, കരിക്കിലുള്ള വിശ്വാസം, കോഴിയിലുള്ള വിശ്വാസം, ആടിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഇതൊക്കെ പഴയ സ്വഭാവമാണ്. ഇപ്പം നമ്മുടെ സ്വഭാവം എന്താണ്? ഇപ്പം നമ്മൾ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? യേശുവിനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊന്നും അല്ല. അപ്പൊ എല്ലാ സ്വഭാവങ്ങളും, നമ്മുടെ ഹാബിറ്റ്സ്, ക്യാരക്ടർ, ഇത് എനിക്ക് മാറ്റവേ മുടിയാതെ. പക്ഷേ നമ്മുടെ വേറെ പല സ്വഭാവങ്ങളുണ്ട്. ഇതെനിക്ക് എന്ത് ചെയ്യത്തില്ല? മാറ്റാൻ പറ്റത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, പക്ഷെ ഇതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചവൻ അവകാശപ്പെടുന്നു, പക്ഷെ എനിക്കിത് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പിറந்த അനുഭവത്തിൽ നിങ്ങൾ വരല്ല. അടുത്തത് ഇതെല്ലാം പറഞ്ഞു പോകും. ഇനി ഏത് സാഹചര്യത്തിലും, എന്ത് ഒരു സൂழ்நிலைയിലും ഐ ബിലോങ്സ് ടു ഗോഡ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വേണ്ടേ? നമുക്ക് തന്നെ വേണം, വേറെ ആരും പറഞ്ഞിട്ട് വേണ്ട. എന്ത് സൂழ்நிலைയിലും, ഏത് സാഹചര്യത്തിലും ഐ ബിലോങ്സ് ടു ഗോഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരുമില്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഒരു സമാധാനം വരും. ആരുമില്ല, ആരും സഹായിക്കാനില്ല, ആരും വിളിച്ചിട്ടില്ല, ആരും വന്ന് കണ്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരുടെ മേലുള്ള ഒരു പക, ദൈവത്തോടുള്ള ഒരു അകൽച്ച, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? കടന്നു വരുമോ ഇല്ലയോ? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുക, എന്നെ ആരും വിളിച്ചില്ല, എന്നെ ആരും എന്നെ ചില വിസാരിക്കവേ ഇല്ല, എന്നെ ആരും വന്നു പോലും കണ്ടില്ല, ഞാൻ തിന്നോ കുടിച്ചോ എന്ന് ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ചിന്തയിലൂടെ 2-3 മുഖങ്ങളൊക്കെ വരും. അവരുടെ മേൽ നമുക്ക് എന്ത് വരും? കലിപ്പ്, പക വരും. ഹല്ലേലൂയ, സ്തോത്രം. ദേഷ്യം വരും. ഇവരൊന്നും നമ്മളെ ഒന്നും എന്ത് ചെയ്തില്ല, ഒന്ന് ചിന്തിച്ചില്ല. ആ സമയത്ത് ഐ ബിലോങ്സ് ടു ഗോഡ്, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ ചിന്ത നമ്മുടെ തലയിൽ കയറുകയാണെങ്കിൽ അപ്പം നമുക്കൊരു സമാധാനം കിട്ടും. ആരുമില്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ആരുമില്ലെങ്കിലും എൻ്റെ ദൈവം കൂടെ ഉണ്ട്. അങ്ങനെ ഒരാൾക്കുണ്ടായിരുന്നു. ആർക്കാന്നറിയാമോ? യോബിനുണ്ടായിരുന്നു. വായിക്കേ,
யோபு 19:25 ഒന്ന് വായിച്ചേ. என் மீட்பர் உயிரோடு இருக்கிறார் என்றும் கடைசி நாளில் பூமியின் மேல் நிற்பார் என்றும் I know that, நான் அறிந்திருக்கிறேன். ഹല്ലേലൂയ. I know. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഈ അറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. എന്റെ സഹായകൻ, മൈ റിഡീമർ. റിഡീമർ അല്ലേ? എന്റെ റിഡീമർ, മൈ റിഡീമർ. യെസ്, മൈ റിഡീമർ, എന്റെ സഹായകൻ. വാനത്തെയും ഭൂമിയും ഉണ്ടാക്കിനവർ, വാനത്തിൻ പലകണികളെ തിറന്ന് വർഷത്തെ നന്മയിനാൽ മുടിസൂട്ടുகிறവർ എന്റെ സഹായിയായിട്ട് എന്റെ കൂടെ ഉണ്ട്. യോബ് പറയുമ്പോൾ, ഇത് പറയുമ്പോൾ യോബുടെ അവസ്ഥ എന്താണെന്ന് നമ്മളെല്ലാവർക്കും അറിയാം. യോബ് 19-ാം അധ്യായത്തിലാണ് ഇത് സംസാരിക്കുന്നത്. ഇനി യോബ് വീണ്ടും പറയുന്നു, നമ്മൾ ട്യൂസ്ഡേ ചിന്തിച്ചു, I know he can do all things. தேவரீர் நீர் சகலத்தையும் செய்ய வல்லவராய் இருக்கிறது. நீர் செய்ய நினைத்தது தடைபடாது. No one can stop you. I know you can do all things. ഇത് എപ്പോഴാണ്? യോബ് കഷ്ടം സഹിത്ത് ദൈവശബ്ദം 38-ാം അധ്യായത്തിൽ കേൾക്കുന്നു. ദൈവം ചുഴലിക്കാറ്റിൽ നിന്നും സംസാരിച്ചു. ദൈവം പെരുങ്കാറ്റിലിരുന്ന് ഉത്തരവ് കൊടുக்கிறார். அப்ப யோபுடைய வாயிலிருந்து புறப்பட்டு வந்த வார்த்தை என்ன? தேவரீர் சகலத்தையும் செய்ய வல்லவராய் இருக்கிறது. நீ செய்ய நினைத்தது தடைபடாது, தடைபடாது, தடைபடாது. 19:5 19:25 കഷ്ട അനുഭവത്തില്, when he is in suffering, literally he is in suffering. 2-ാം അധ്യായം തൊട്ട് യോബ് 2-ാം അധികാരം മുതൽ 37-ാം അധികാരം മുടി വരയ്ക്കും யோபு அனுபவித்த கஷ்டங்கள் போல யாரும் என்ன செய்யல, அனுபவிக்கவே இல்லை. when he is in suffering, ആ സഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്, എന്റെ വീണ്ടെടുപ്പുകാരൻ, എൻ മീட்பர் ഉയിരോട് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കഷ്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയണം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ കഷ്ടം സഹിച്ചാൽ ഒരു ദിവസം വരും, ഞാൻ ആ വീണ്ടെടുപ്പുകാരനെ കാണും, സന്തോഷിക്കും. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ്, ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ആരാണ്? മറുപടിയും പിറந்த അനുഭവത്തിൽ ഇരിക്കുന്നവர்கள். ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പും ദൈവത്തിന്റെ ശബ്ദം കേട്ട പിന്നിലും, കേൾക്കുന്നതിற்கு முன்னாலும் கேட்ட பின்பும் யோபுடைய வார்த்தை சேம். ஹல்லேலூயா. யோபு சொன்ன வார்த்தைகள் சேம். he have a self confidence. ஹல்லேலூயா. அப்ப மறுபடியும் பிறந்தவர்களுடைய தேவனுடைய வசனத்தினால் பிறந்தவருடைய அடையாளங்களை நம்ம பார்த்தோம். ஹல்லேலூயா. நான் சொல்லுவான், கர்த்தர் என் மேய்ப்பராய் இருக்கிறார், நான் தாழ்ச்சி அடையேன். ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല. I shall not want. ഒരു കുറവും എനിക്ക് വരത്തില്ല. യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. ഇടയനാകുന്നു. ഹല്ലേലൂയ. இப்போ ரட்சிக்கப்பட்டு ஞானஸ்நானத்தை பெற்ற சபையோடு சேர்க்கப்பட்ட தேவ ஜனத்தை பார்த்து ஆண்டவர் கேட்கிறார். ஹல்லேலூயா. உங்களை பார்த்து, என்னை பார்த்து கேட்கிறார், do you have these identity? இந்த அடையாளங்கள் നമ്മുടെ வாழ்க்கைയിൽ இருக்கா? ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, 1 2 3 4. ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അതാണ് ദൈവവചനം. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. Are you believe Jesus is the Christ? നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഫുൾ പേയ്മെന്റ് അടച്ച ഒരാളാണ്. റിഡീമർ ആരാണ്? വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. റിഡീമർ ആരാണ്? നമ്മെ വീണ്ടെടുത്തവൻ ആരാണ്? നമുക്ക് വേണ്ടി ഫുൾ പ്രൈസ്. അതെന്താ പ്രൈസ്? തന്റെ ജീവനെ തന്നെ, തന്റെ ഹല്ലേലൂയ രക്തം, തന്റെ ശരീരത്തിലുള്ള സകല രക്തവും ഊറ്റി തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് മറുവിലയായി, ഹല്ലേലൂയ, നമ്മുടെ ജീവന് വേണ്ടി മറുവിലയായി കൊടുത്തു. ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കുന്നു. യെസ്, we believe in that. രണ്ടാമത്, are you eagerly waiting God's word? ദൈവവചനത്തിന് വേണ്ടിയിട്ട് ഈ പുതിയതായി പിറന്ന കുളന്തകളെ പോലെ, പുതിയതായി ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ഹല്ലേലൂയ അവര് ഹല്ലേലൂയ വാഞ്ചിക്കുന്നത് പോലെ, ദാഹിക്കുന്നത് പോലെ ആ ഒരു ദാഹം നമുക്ക്
ഉണ്ടോ? ക്വസ്റ്റ്യൻ 2. 2, பாவம் உங்களுக்கு தூரமாய் இருப்பதாக. ஹல்லேலூயா ஸ்தோத்திரம். பாவத்திற்கு நம்ம தூரமாய் இருக்க வேண்டும். பக்கத்துல படுக்க போட்டு பெட் போட்டு இருக்க கூடாது, தூரமாய் இருக்க வேண்டும். ஹல்லேலூயா ஸ்தோத்திரம். கடைசியாக, do you have confidence in God? ஹல்லேலூயா ஸ்தோத்திரம். நமக்கு ஒரு செல்ஃப் கான்ஃபிடன்ஸ் வேணும். I belongs to God. நான் தேவனுக்குரியவன், தேவன் எனக்குரியவர், தேவன் என் பக்கத்தில் இருக்கிறார். இது இல்லை என்றால் கேளுங்கள், அப்பொழுது உங்களுக்கு கொடுக்கப்படும், தட்டுங்கள், அப்பொழுது உங்களுக்கு திறக்கப்படும், தேடுங்கள், கண்டடைவீர்கள். ஹல்லேலூயா ஸ்தோத்திரம். உங்களுக்கு விசுவாசத்தில் குறைவு இருக்கும் என்றால் லூக்கா 17:5 ஹல்லேலூயா ஸ்தோத்திரம் சீசர்கள் சொல்வார்கள், ஹல்லேலூயா ஸ்தோத்திரம் அப்போஸ்தலர்மார்கள் சொல்வார்கள், increase my faith. ஹல்லேலூயா ஸ்தோத்திரம். என்ற விசுவாசத்தினை வந்து அதிகரிக்கணுமே, அதிகப்படுத்தணுமே என்று லூக்கா 17:5 சொல்வதை பார்க்க முடியும். மார்க் எழுதின சுவிசேஷம் 9:24 ஹல்லேலூயா ஸ்தோத்திரம் ஒரு தகப்பன் சொல்வார், ஆண்டவரே நான் விசுவசிக்கிறேன், ஹல்லேலூயா ஸ்தோத்திரம் ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ஹல்லேலூயா ஸ்தோத்திரம் 9:24 மார்க் 9:24 உடனே பிள்ளையின் தகப்பன், விசுவசிக்கிறேன் ஆண்டவரே, அவிவிசுவாசம் നീങ്ങുம்படி ഉദവി ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എന്റെ അവിവിശ്വാസം ഒന്ന് എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. ഇനി നിങ്ങൾക്ക് ദൈവവചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു പ്രയർ, സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ച ഒരു പ്രയർ 119:36 Psalms 119:36 വായിച്ചേ. ദുരാദയത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ തമിഴിൽ ഒന്ന് വാസിക്കുക. എൻ ഇരുദയം പൊരുളാസയിൽ സാറാമൽ സാക്ഷികളിൽ സാറുപടി ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇംഗ്ലീഷിലെ വേറൊരു ട്രാൻസ്ലേഷൻ ആണ് വാസിக்கிறேன். Turn my heart to desire your word or law. എന്റെ ഹൃദയത്തിനെ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് തിരിക്കണം. എന്തിലേക്ക്? നിന്റെ വചനത്തിലേക്ക്, നിന്റെ പ്രമാണത്തിലേക്ക്. എന്റെ വചനത്തെ ഒന്ന് എന്ത് ചെയ്യണം? Turn my heart to desire. അതിലേക്കുള്ള ഒരു വിരുപ്പത്തിற்கு, அதுக்காக ஒரு வாஞ்சைக்கு, அதுக்காக ஒரு தாகத்திற்கு എന്റെ ഹൃദയത്തെ ഒന്ന് എന്ത് ചെയ്യണം? തിരിക്കണം. rather than to get rich or worldly life. உலக பிரகாரமான வாழ்க்கைக்காகவோ அல்லது பணக்காரனாகணும், இன்னும் அதிகப்படியாக நான் இன்னும் பூமியிலே செல்வந்தனாக மாறணும் அப்படிங்கிற அந்த ஓட்டத்திற்கு நடுவே என்னுடைய இருதயத்தை உம்முடைய வசனத்திற்கு நேராக என்ன செய்யுங்க? திருப்புங்கப்பா என்று கேட்கிற ஒரு பிரேயர் நம்ம பார்க்க முடியும். ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സരിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുക. എല്ലാരും ചോദിക്കേണ്ട ഒരു പ്രയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് വേണം? ஞானம் வேணும். அல்ல தெய்வீக ஞானம் வேணும். தெய்வீக ஞானம் வேணும். நம்ம நிறைய பேர் பார்த்திருக்கோம், ஜீரோல இருந்து ஹீரோ ஆன நிறைய பேர் பார்த்திருக்கோம். ஹல்லேலூயா ஸ்தோத்திரம். அதாவது ஒன்றுமில்லாதிருந்தும் ஹல்லேலூயா ஸ்தோத்திரம் உயர்ந்த நிலை அடைந்திருக்கிற அநேகர் நமக்கு தெரியும். அப்படிதானே? ஒண்ணுமே இருந்திருக்காது ஒரு 10 வருஷத்துக்கு முன்னாடி, அந்த 10 வருஷம் கழிந்து அவங்கள பார்க்கும்போது அவ்வளவு உயரத்துல இருப்பாங்க. தெய்வீக ஞானம் நமக்கு வேணும். ஹல்லேலூயா ஸ்தோத்திரம். அதே மாதிரி டாப்ல இருந்துட்டு ஜீரோவான அநேகர் உண்டு. ஹல்லேலூயா ஸ்தோத்திரம். காரணம் ஞானம் என்ன இல்லை? ஞானம் இல்லை. என்ன ஞானம்? உலக ஞானம் இல்லை, தெய்வீக ஞானம் நமக்கு வேணும். ஹல்லேலூயா ஸ்தோத்திரம். വിസ്ഡം അത് കുറവുള്ളവൻ ആരോട് ചോദിക്കണം? എല്ലാം നിറഞ്ഞ ജ്ഞാനമുള്ള ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ വന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 8 verse 5 to 8. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും പിന്നടി വാസിക്കുക. விதைக்கிறவன் ஒருவன் விதைக்க புறப்பட்டான். ஹல்லேலூயா ஸ்தோத்திரம். the parable of sower. ஹல்லேலூயா ஸ்தோத்திரம். விதைക്കുന്നവന്റെ ഉപമ. the parable of sower. ஹல்லேலூயா ஸ்தோத்திரம். ചില വിത്ത് ഇവിടെ വീഴുന്നു, ചില വിதை വഴിയരികെ വീഴുന്നത്, ചില വിதை பாறையின் விழுந்தது, சில விதை முள்ளுள்ள இடங்களில் விழுந்தது, சில விதை நல்ல நிலத்தில் விழுந்தது. ஹல்லேலூயா ஸ்தோத்திரம். நல்ல நிலத்தில் விழுந்தது. ஹல்லேலூயா ஸ்தோத்திரம். வித்து ஒரே விதை தான். ஹல்லேலூயா ஸ்தோத்திரம். ஒரே விதை, ஒரே விത്താണ്, ഒരേ സീഡാണ്. പക്ഷേ 4 വിധ നിലങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. 4 types of land. 4 types of land. 4 types, 4 അനുഭവങ്ങളുള്ള ദൈവജനങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. 4 അനുഭവങ്ങളുള്ള
ദൈവജനങ്ങൾ. നമ്മുടെ സഭയിലും ഇന്ന് അനുഭവങ്ങൾ ഉള്ളവർ ഉണ്ട്. 4 അനുഭവങ്ങൾ ഉള്ള ദൈവജനം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൗ ടു നോ സിറ്റ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് നാം ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാരോട് പറഞ്ഞു, മാർക്ക് 4:34 ഒന്ന് വായിച്ചേ. മാർക്കോസിന്റെ സുവിശേഷം 4:34. சொல்லவில்லை. அவர் தம்முடைய சீஷரோடு தனித்திருக்கும் போது നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കണം? തനിച്ചിരിക്കണം. എവിടെ ഇരിക്കണം? ദൈവത്തോടുകൂടെ തനിച്ചിരിക്കണം. ജനങ്ങളോടുകൂടെ എല്ലാവരോടുകൂടെ യേശു എങ്ങനെ സംസാരിച്ചു? ഉപമകളിനാൽ സംസാരിച്ചു. പക്ഷേ ശിഷ്യന്മാരോട് തനിച്ചിരിക്കുമ്പോൾ എല്ലാം വിവരിച്ച് പറഞ്ഞു കൊടുത്തു. വിവരമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യേശുവിനോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനോട് കൂടെ ഇരിക്കുക, തനിച്ചിരിക്കുക. വേറിട്ടിരിക്കുമ്പോൾ വെളിപ്പാട്ടിനാൽ വസനത്തിനാൽ കർത്താവ് നമ്മെ നിറപ്പുവാർ. ഹല്ലേലൂയ. നിറയ്ക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. அப்போ இங்க 3 நிலங்களை மட்டும் நம்ம சுருக்கமா தியானிக்கலாம். ஒரு நிலம் நம்ம தியானிக்க வேண்டிய அவசியம் இல்லை. ഏത് നിലത്തെ നമുക്ക് ധ്യാനിക്കേണ്ട ആവശ്യമില്ല? നല്ല നിലം നല്ലതാണ്. ഇറ്റ്സ് ഗുഡ്. അതിലേക്ക് ധ്യാനിക്കാനൊന്നുമില്ല. നല്ല നിലം നല്ലതാണ്. 30, 60, 100 മേനി ബലം കൊടുക്കുവാനുള്ള നിലമാണ്. ഹല്ലേലൂയ. നല്ല നിലമാണ്. ആരെങ്കിലും പോയിട്ട് എനിക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് പനിയൊന്നും വന്നില്ലടോ, നമുക്ക് വേണ്ടത് വഴിയരികെ വിழுந்தது, കർപ്പാറയിൽ വിழுந்த நிலம், ഹല്ലേലൂയ, മുള്ളുകളുള്ള இப்படிப்பட்ட അനുഭവങ്ങളോടെ കടന്നു വരട്ടെ. ആனா திரும்பி പോകുമ്പോൾ எப்படி போகணும்? നല്ല നിലങ്ങളാக തിരിച്ചു ചെല്ലുമ്പോൾ നല്ല നിലമായിട്ട് പോകണം എന്ന് എൻ്റെ ആഗ്രഹം. നമ്മളെല്ലാവരും ചേർന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 45 വചനം വാസിക്കുക. മാത്യു 5:45. இப்படி செய்வதனால் நீங்கள் பரலோகத்தில் இருக்கிற உங்கள் பிதாவுக்கு புத்திரராய் இருப்பீர்கள். அவர் நல்லோர் மேலும் தீயோர் மேலும் சூரியனை உதிக்க பண்ணுகிறார். நீதிமான் மேலும் அநீதி உள்ளவர்கள் மேலும் மழையை என்ன செய்கிறார்? പൊഴിയ பண்ணுகிறார். ഹല്ലേലൂയ സ്തോത്രം. ദൈവം നല്ലവനെന്ന് നോക്കുന്നില്ല. ഈ ഫഞ്ചയില് മഴ പെയ്ത ഫഞ്ചയിലുള്ള എല്ലാവർക്കും മഴയാണ്, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഫഞ്ചയിലുള്ള എല്ലാവർക്കും മഴയാണ്. ഹല്ലേലൂയ സ്തോത്രം. സൂര്യൻ പ്രകാശിച്ചാൽ എല്ലാവർക്കുമാണ്. ഈ ഫഞ്ചയില് നല്ലവരുണ്ട്, ദുന്മാർക്കരുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ദൈവമേ ഇല്ലെന്ന് പറയുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിലും ദൈവം ഒരു പട്ടണത്തിൽ മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും പെയ്യുന്നു. അതുപോലെ ദേവൻ ഒരു വാർത്തയെ ഒരു സഭയിലെ ദൈവദാസர்கள் மூலம் ஊழியக்காரர்கள் மூலம் பேசும் பொழுது நல்லோர் மேலும் தீயோர் மேலும் எப்படி சூரியனை உதிக்க பண்ணுகிறாரோ, நீதிமான் மேலும் ஹல்லேலூயா ஸ்தோத்திரம் துன்மார்க்கர் மேலும் எப்படி ஹல்லேலூயா ஸ்தோத்திரம் மழையை வருஷிக்க பண்ணுகிறாரோ, அதே போல ஒரு வார்த்தை புறப்பட்டு வரும்போது அந்த வித்தை விதரும் பொழுது ஹல்லேலூயா ஸ்தோத்திரம் எல்லாருக்கும் வந்தடைகிறது. ഓക്കേ, എല്ലാവർക്കും ഈ വിത്ത് ലഭിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 4 അനുഭവങ്ങളുള്ള നിലങ്ങളാണ് പറഞ്ഞത്. നല്ല നിലമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. വഴിയരികെയുള്ള ഹല്ലേലൂയ സ്തോത്രം വീണത്, കർപ്പാറയിൽ വീണത്, മുള്ളുകളുള്ള ഇടങ്ങളിൽ വീഴുന്നത്. ഇങ്ങനെ 4 അനുഭവങ്ങൾ. പക്ഷേ ഈ 4 അനുഭവങ്ങളിലും ദൈവവചനം കുറവില്ലാமல் வந்து கொண்டிருக்கிறது. ஹல்லேலூயா ஸ்தோத்ரம். வந்து கொண்டிருக்கிறது. ஹல்லேலூயா ஸ்தோத்ரம். சரி, ஃபர்ஸ்ட் Luke 8:12. வழியருகே விதைக்கப்பட்டவர்கள் வசனத்தை கேட்கிறவர்களாய் இருக்கிறார்கள். அவர்கள் விசுவாசித்து ரட்சிக்கப்படாதபடிக்கு பிசாசானவன் வந்து வசனத்தை அவர்கள் இதயத்திலிருந்து எடுத்து போடுகிறான். அப்ப இந்த நிலம் செய்த தவறு என்ன? ഈ ലാൻഡ് ചെയ്ത തെറ്റ് എന്താണ്? എന്താണ് തെറ്റ് ചെയ്തത്? തന്നിടത്തിൽ വന്ന വിതയെ സംരക്ഷിക്കുവാൻ பாதுகாக்க தவறினது. ஹல்லேலூயா ஸ்தோத்திரம். இந்த நிலம் செய்த தவறு മനസ്സിലായോ? ഈ ലാൻഡ് ചെയ്ത തെറ്റ് എന്താണ്? இந்த நிலம் செய்த தவறு தன்னிடத்தில் வந்த வித்தை, அந்த வசனத்தை ஹல்லேலூயா ஸ்தோத்திரம் பிசாசோ அல்லது பறவையோ அல்லது மிதிப்பட்டு ஜனங்களுடைய மிதிப்பட்டு அது ஹல்லேலூயா ஸ்தோத்திரம் அழிந்து போவதற்கு
தன்னிடத்தில் வந்த அந்த விதையை பாதுகாக்க സംരക്ഷിക്കുവാൻ ഹല്ലേലൂയ പരാജയപ്പെട്ടു. സംരക്ഷിക്കുവാൻ പരാജയപ്പെട്ടു. നമ്മെല്ലാം എதை പാതുകാക്കും, എதை സംരക്ഷിക്കും? നല്ല വിലപിടിപ്പുള്ളതിനെ എന്ത് ചെയ്യും? സംരക്ഷിക്കും അല്ലേ? നമ്മുടെ വീട്ടിലെല്ലാം ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഗോൾഡ് എല്ലാം എവിടെ സൂക്ഷിക്കും? വീട്ടിന്റെ ഉള്ളിൽ ഒരു അലമാറയില് അല്ലെ സ്തോത്രം ഒരു പൂട്ടി, പിന്നെ അതിന്റെ ചാവിയൊക്കെ വെക്കുന്നത് ഏതെങ്കിലും ഒരു ആരും ഒന്നും തൊടാത്ത ഒരു നശിച്ചു പോയ അല്ലെങ്കിൽ ഒരു അഴുക്കായ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. കാരണം അവിടെയൊക്കെ ആരും എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും നോക്കത്തില്ല. വിലപിടിപ്പുള്ളതിനെ നമ്മൾ എവിടെ വെക്കും? വീടിന്റെ ഉള്ളിൽ അലമാറയിൽ വെക്കും. അല്ലെ സ്തോത്രം? എങ്ങനെ വെക്കും? സൂക്ഷിച്ചു വെക്കും. എപ്പടി വെക്കും? പാതുകാപ്പാ വെക്കും. അല്ലെ സ്തോത്രം? വിലയില്ലാത്തതിനെ നമ്മൾ എവിടെ ഇടും? വിലയില്ലാത്തതിനെ ചെരുപ്പ്. അല്ലെ സ്തോത്രം? ഒന്ന് പോയാ മറ്റൊന്ന് ചെരുപ്പ്. വിലയില്ലാത്തതിനെ പുറത്തിടും. അങ്ങനെയാണെങ്കിൽ മുതൽ നിലം ചെയ്ത തവറന്നെ അല്ലെ സ്തോത്രം? ആദ്യത്തെ ലാൻഡ് ചെയ്ത തെറ്റെന്താണ്? തന്റെ അടുക്കെ വന്ന് വിലയേറിയ അല്ലെ സ്തോത്രം അധികം വിലയുള്ള പ്രീഷ്യസായ ഒരു സീഡിനെ, ഒരു വിത്തിനെ അല്ലെ സ്തോത്രം ശത്രുക്ക് വിട്ടുകൊടുത്തു. അല്ലെ സ്തോത്രം? എളുപ്പത്തിൽ എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് പോവാൻ വിട്ടുകൊടുത്തു. വെള്ളിയാഴ്ചകളിൽ ഈ വിത്ത് വരുന്നു. അല്ലെ സ്തോത്രം? ഏകദേശം 1 മണി വരെ ആ വിത്ത് ഉള്ളിലിരിക്കുന്നു. 1 മണി കഴിഞ്ഞ് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഈ വിത്ത് എവിടെ പോയെന്ന് അറിയത്തില്ല. ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ആരുടെ മിസ്റ്റേക്ക് ആണ്? ദൈവത്തിന്റെ മിസ്റ്റേക്ക് ആണോ? ഇല്ല. അല്ലെ സ്തോത്രം? അങ്ങനെയാണെങ്കിൽ ഈ വിലയേറിയ ഈ വിത്തിനെ സംരക്ഷിക്കുവാൻ, പാതുകാക്കാൻ നാം എന്ത് ചെയ്യണോ? എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എഴുതണം. എന്ത് ചെയ്യണം? എഴുതണം. നമുക്കെല്ലാം മെമ്മറി ഷോർട്ട് മെമ്മറിയാണ്. അല്ലെ സ്തോത്രം? ലോങ് മെമ്മറി ഒന്നുമില്ല. അതും ദൈവവചനം ആർക്കും മെമ്മറൈസ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അല്ലെ സ്തോത്രം? എഴുതണം. അല്ലെ സ്തോത്രം? ചുമ്മാ എഴുതുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. എഴുതുന്നവർ ഗ്രഹിച്ച് മനസ്സിലാക്കി എഴുതണം. അല്ലെ സ്തോത്രം? ഗ്രഹിച്ച് മനസ്സിലാക്കി ഒരെണ്ണം എഴുതണം. ഇനി എഴുതുന്നതോട് നിർത്തരുത്, ആരായണം. എങ്ങനെ ചെയ്യണം? ആരായഞ്ഞ് നോക്കണം. ഈ പാസ്റ്റർ, ഈ സഹോദരൻ സംസാരിച്ചത് ശരിയാണോ? വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളും പോയി ട്രഡീഷണൽ ആയിട്ട് എന്തോ പണ്ട് വേദപുസ്തകം ഒന്നും കൊണ്ടുപോകാത്ത കാലത്തിൽ അവിടെ പറയും 5 അപ്പം 2 മീനെ 5000 പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഇതുപോലെ ഒരു 2 പ്രസംഗം 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കും. ഇതും കേട്ട് വരുന്നത് പോലെ വരുന്നവരല്ല. സൂക്ഷിക്കുന്നവർ ഇതിനെ ആരായും. അപ്പോസ്തലർ പ്രവർത്തികളുടെ പുസ്തകം ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലില് ഒരിടത്ത് ഒരു ദൈവജനം ബെറയൻസ് അല്ലെ സ്തോത്രം ബെരോവ പട്ടണ ജനങ്ങൾ தேவ வசனத்தை என்ன செஞ்சாங்களா? அனுதினமும் ஆராய்ந்து பார்த்தார்கள். இருக்கா? 17 verse 11. Acts of Apostle chapter 17 verse 11. மனோவாஞ்சை வசனத்தை ஏற்றுக்கொண்டு காரியங்கள் இப்படி இருக்கிறதா என்று வேதவாக்கியங்களை ஆராய்ந்து பார்த்ததினால் കാര്യങ്ങൾ ഇപ്പൊ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ ഈ വരുന്ന വിത്തുകളെല്ലാം ഇങ്ങനെ തന്നെ ആണോ എന്ന് എന്ത് ചെയ്യണം? ആരായണം. അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ വെറുതെ പറയുകയാണോ? അങ്ങനെ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം? ആരാഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മറ്റേ പട്ടണത്തിലെ നമ്മളെ കുറ്റം പറഞ്ഞ സഭക്കാർ, തെസ്സലോനിക്കൻ പട്ടണത്തിലുള്ള സഭക്കാർ, നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സഭക്കാരെ കാട്ടിലും നற்குணசாலிகளாய் ഇരുന്നാர்கள். ഹല്ലേലൂയ. അപ്പൊ വചനം എന്ത് ചെയ്യണം? ആരാണ് കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, പക്ഷേ മറ്റേ പട്ടണത്തിലെ കാട്ടിലും അവരെ കാട്ടിലും ഇവരെ കാട്ടിലും നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ചിന്തിക്കാതെ നമ്മൾ ദൈവവചനത്തെ ആരായുമ്പോൾ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരും. അതാണ് നற்குணசாலிகளாய் മാറുന്നത്. ഹല്ലേലൂയ. മലയാളത്തിൽ എങ്ങനെ മാറി ആ വചനം? അവസാന വാക്യ വേർഡ് എന്താണ്? തെസ്സലോനിക്കയിലെ കാട്ടിലും ഉത്തമന്മാരായി തീർന്നു. ഹല്ലേലൂയ. ഉത്തമന്മാരായി തീർന്നു, നற்குணசாலிகளாய் തീർന്നാர்கள். ഹല്ലേലൂയ. അപ്പൊ വചനത്തിനെ ഹല്ലേലൂയ വിലയുള്ള
ഹല്ലേലൂയ വിലപിടിപ്പുള്ള വചനത്തിനെ സൂക്ഷിച്ച് അതിനെ ആരാഞ്ഞ് അതിലേക്ക് ഹല്ലേലൂയ നമ്മൾ ലയിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ നമുക്കുള്ളാകവേ ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മറുരൂപമാക്കപ്പെടുതൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഗുണം மாறும். இந்த குணத்தை பார்த்து ஐயோ அந்த சபைக்காரர்கள் இவ்வளவு நற்குணசாலிகளா, இவ்வளவு உத்தமர்களா என்று கேட்கத்தக்க வண்ணம் அல்ல ஸ்தோத்திரம் நம்முடைய சாட்சி என்ன செய்யும்? நம்முடைய சாட்சி പുറത്തു വരും. അല്ലെ, ഇതാണ് നമുക്ക് വേണ്ടത്. അവര് 3 ദിവസം കൺവെൻഷൻ വെച്ചു, നമ്മൾ 7 ദിവസം വെക്കണം. ഇതല്ല അല്ലെ സ്തോത്രം, ഇതല്ല അല്ലെ സ്തോത്രം. ഇവരുടെ മേൽ എല്ലാം ഒരു മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇവരുടെ സ്വഭാവത്തിൽ, ഇവരുടെ സംസാരത്തിൽ, ഇവരുടെ ഹല്ലേലൂയ സ്തോത്രം നോട്ടത്തിൽ ഇവർ പണ്ടുള്ളവരല്ല. ഇപ്പോൾ ഇവര് വേറെ. ഹല്ലേലൂയ സ്തോത്രം, വേറെ. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ഹല്ലേലൂയ സ്തോത്രം കഠിന ഹൃദയമുള്ള ഈ മനുഷ്യൻ ഇത്രയും ശാന്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു എന്നൊക്കെ ഒരു സാക്ഷ്യം എന്ത് ചെയ്യണം? കേൾക്കണം. എന്നൊക്കെ ഒരു സാക്ഷ്യം കേൾക്കണം. അപ്പൊ മുതൽ നിലം ചെയ്ത തവറെന്ന തന്നിടത്തിൽ വന്ന് വിതയ പാതുകാക്ക തവറുന്നത്. മലയാളത്തിൽ എന്ന് പറഞ്ഞ് തന്റെ അടുക്കൽ വന്ന വിത്തിനെ സംരക്ഷിക്കുവാൻ പരാജയപ്പെട്ടു. അല്ലെ സ്തോത്രം. എത്ര പേർ പരാജയപ്പെട്ടിട്ടുണ്ട്? ഇന്ന് വരെ, ഈ നിമിഷം വരെ പരാജയപ്പെട്ടവർ ഭൂരിഭാഗം പേരും പരാജയപ്പെട്ടവരാണ്. പരാജയപ്പെട്ടവർ ഇനി പരാജയപ്പെടാതെ നോക്കണം. അല്ലെ സ്തോത്രം, നോക്കണം. അല്ലെ സ്തോത്രം. എഴുതുമ്പോൾ വിശ്വാസത്തോടെ എഴുതണം. അല്ലെ സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡയറിയിലൊക്കെ 10-20 അല്ലെ സ്തോത്രം മുതലുള്ള 10 പ്രയർ റിക്വസ്റ്റ് അല്ലെ സ്തോത്രം 10 1 2 3 4 ഇങ്ങനെ ആയിട്ടും എനിക്ക് വീട് വേണം, അല്ലെ സ്തോത്രം, ഇന്ന കാര്യങ്ങൾ വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രയർ റിക്വസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ പണ്ട് എഴുതിയതാണ്. ഇപ്പൊ അതില് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എഴുതിയത് കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ? എഴുതിയത് നസ്രയനായ യേശു യൂദർക്ക് രാജ. എപ്പോഴും എഴുതിയിരിപ്പാங்க? ഓ, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജ. എഴുതിയപ്പോൾ അങ്ങനെ എഴുതി. പക്ഷെ വായിച്ചു വന്നപ്പോൾ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ എഴുതിയതായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതണം. എഴുതിയതായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതണം. ദിവ്യദൃഷ്ടി എന്ത് ചെയ്യണം? നോക്കിയിരിക്കരുത്. എന്ത് ചെയ്യണം? എഴുതണം. ഹല്ലേലൂയ സ്തോത്രം. എഴുതണം. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണം? എഴുതണം. ബൈബിളേ എടുக்கிறതില്ല. ഇത് എങ്ക നോട്ട്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എഴുതണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് ചീക്രം മുടിച്ചില്ല. രണ്ടാമത് 8:13. പാറമേലുള്ളവരോ വചനം കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും പേരില്ല. ഇപ്പൊ എല്ലാം ദൂതെല്ലാം വരുമ്പോ യെസ് എനിക്കുള്ളത് സ്തോത്രം ഹല്ലേലൂയ അങ്ങനെയൊക്കെ ഏറ്റെടുക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ എന്തില്ല? കാരണം വേറെ ആളത്തിൽ ചെല്ലുവാൻ എന്തില്ല? സാഹചര്യം ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. സാഹചര്യം ഇല്ല. ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞത്? കർത്തരുടെ വേദത്തിൽ പ്രിയമായിരുന്നത്. എങ്ങനെ? ഇഷ്ടപ്പെട്ട്, കഷ്ടപ്പെട്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ പ്രസംഗിക്കുന്നു, 1 മണിക്ക് തീർക്കാനുള്ളതാ. ഹല്ലേലൂയ സ്തോത്രം. സാമ്പ്രദായം ഇച്ചിരി സമയം എടുത്തതുകൊണ്ട് ഈ പുള്ളിക്കാർ ഇത്രയും സമയം കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവത്തില്ല? ഇഷ്ടപ്പെട്ട്. എങ്ങനെയായിരിക്കണം? ഇഷ്ടപ്പെട്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമാണ്. ഇഷ്ടപ്പെട്ട്. அப்படியெல்லாம் நிறைய பேர் சிந்திச்சிருக்கீங்க. ஹalleluya ஸ்தோத்திரம். ஹalleluya ஸ்தோத்திரம். ഒത്തിരി പേര് ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോ ആ ചിന്തയ്ക്ക് ഒരു അടി കിട്ടിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണം? കർത്തരുടെ വേദത്തിൽ ധ്യാനമായിരുന്നത്. രാത്രിയെന്നല്ല, പകലെന്നല്ല. നമ്മൾ രാത്രി ഇത്തിരി സമയം കിട്ടിയാൽ ഹല്ലേലൂയ സ്തോത്രം വണ്ടി എടുത്തുകൊണ്ട് ഷവർമ കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 12 മണി 1 മണിയാവും. ഹല്ലേലൂയ സ്തോത്രം. കുറച്ച് നേരം കിട്ടിയാലും ഇതൊന്നും പോരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ രാവെന്നല്ല, പകലെന്നില്ലാതെ ഇതെന്ത് ചെയ്യണം? ധ്യാനിക്കണം. ഇതെന്ത് ചെയ്യണം? ധ്യാനിക്കണം. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിച്ച്. 1 തിമോഥെയോസ് പുസ്തകം 4-ാം അധ്യായം 14-15 വചനം. നിന്നോട് സംസാരിക്കുന്ന പ്രവചന വാക്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മൂപ്പന്മാരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, പാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പ്രസംഗിക്കുന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നിനക്ക് ഹല്ലേലൂയ സ്തോത്രം വന്ന ഈ വചനങ്ങൾ മേൽ നീ என்ன செய்யக்கூடாது? അസതിയായിരാമൽ, അലക്ഷ്യം ചെയ്യാതെ
നീ തേറുகிறது, നീ വചനത്തിൽ വളർന്നു വരുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുന്നത്, ഉണ്ടിയ வாழ்க்கையில ഒരു മറുരൂപ അനുഭവം വരുகிறது യാവർക്കും വിളങ്ങുമ്പടി, എല്ലാരും അറിയുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഇവയിലെ ചിന്തിത്തു കൊണ്ട് ഇരിക്ക വേണ്ട. നമുക്ക് ചിന്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഇപ്പം പ്രസംഗം അവസാനിപ്പിച്ച ഹല്ലേലൂയ സ്തോത്രം, ഇതിന്റെ ചിന്തകളൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, ഇതിന്റെ ചിന്തകളൊക്കെ കഴിഞ്ഞു. വണ്ടിയിലെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന് എന്താണ് സംസാരിച്ചതെന്ന് ചിന്തിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് TPM ചർച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവരെല്ലാം പ്രസംഗിക്കാൻ എല്ലാവർക്കും ഒന്നും അവസരമില്ലല്ലോ. TPM ചർച്ചിൽ അതിനായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവർ മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ, വചനം വായിക്കത്തുള്ളൂ. അതിന് തക്കതായിട്ടുള്ള പല വർഷ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരെയൊക്കെ ശുശ്രൂഷിക്കുവാൻ, അതായത് ഇവர்களுக்கு எல்லாம் ஊழியம் செய்வதற்கு தண்ணி எடுத்து கொடுக்க, சாப்பாடு எடுத்து கொடுக்க, துணி துவைத்து கொடுக்க, இப்படி விசுவாச பிள்ளைகள் எல்லாம் இப்போ உங்களை மாதிரி, நான் எல்லாத்துக்கெல்லாம் கூப்பிடல, உங்களை மாதிரி எல்லாரும் என்ன செய்வாங்க? உதவியா இருப்பாங்க. இப்படி ஒரு நாள் வசனத்தை கேட்டு, ஒரு நாள் இப்படி பிரசங்கத்தை முடிச்ச உடனே இவங்க எல்லாரும் ஒரு இடத்துல கூடுவாங்க, அசம்பிள் ஆயிட்டு என்ன செய்வாங்களா தெரியுமா? இன்னும் എന്താണ് സംസാരിച്ചത് കൂടിയിരുന്ന് സംസാരിക്കും. ഞാൻ എപ്പോഴാണ് കേട്ടതെന്ന് അറിയാമോ? ഇത് നമ്മൾ ആദ്യമായിട്ട് അല്ലൻ സാബിൽ ചർച്ചിൽ പോകുമ്പോൾ അവിടെ ഒരു ആളിൻ്റെ അടുത്ത് ഞാൻ ഫീസ് കൊടുക്കത്തില്ലേ, ഒരു തടിയുള്ള ആൾ, അദ്ദേഹം ഇപ്പൊ ഓസ്ട്രേലിയയിലാണ്. പുള്ളി ഏതോ കമ്പനിയുടെ ഓണറാണ്. അവിടെ വന്ന് തറയൊക്കെ തുടച്ച് ലുങ്കിയൊക്കെ കെട്ടിയിട്ട്, അവരുടെ ആരാധന 3 മണിക്ക് എങ്ങാണ്ടല്ലേ, നമ്മളുടെ ആരാധന രാവിലെ. ഞാൻ പൈസ കൊടുക്കും, വിളിക്കും, ചെയർ കുറവാ, അത് കുറവാ, ഇത് കുറവാ എന്നൊക്കെ ഞാനാണ് വിളിക്കുന്നത്. വിളിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് അവസാനം ഒരു ദിവസം സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നു, എൻ്റെ വൈഫ് ഓസ്ട്രേലിയയിലുണ്ട്, ഞങ്ങളുടെ വിസയൊക്കെ റെഡി ആയിരിക്കുക, പോവാ. ഞാനപ്പോൾ അതിനു മുമ്പ് ആ പുള്ളിനെ എങ്ങനെ കണ്ടു കാണും ഒന്ന് ആലോചിച്ച്. എൻ്റെ ചിന്തയിൽ എങ്ങനെയായിരിക്കും? പുള്ളി ഏതൊരു പാവമാണ്, ഓക്കെ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളയൊക്കെ ഇട്ടിട്ട് നല്ല ടിപ് ടാപ്പായിട്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. വാർത്തകൾ என்ன செய்யணுമാണ്? சிந்தித்துக் கொண்டிருந்தா ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഓസ്ട്രേലിയ പോവുകയില്ലയോ? നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകും. അപ്പോ கிடைத்த தீர்க்கதரிசன வார்த்தையை குறித்து a specific word. എന്താണ് റേമ എന്ന് പറയുന്നത്? റേമ, ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനത്തിനെയാണ് ലോഗോസ് എന്ന് പറയുന്നത്. പക്ഷേ റേമ എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തവും ലോഗോസ് ആണ്. ഇതിൽ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഉങ്ങളുടെ ഹൃദയത്തെ തുളയ്ത്ത அந்த വാർത്തയുടെ പേര് என்ன? റേമ. A specific word God speaks to you personally from the logos. In the logos இதிலிருந்து ஸ்பெசிபிக்கா ஒரு வார்த்தையை இன்றைக்கு நீங்கள் ஏற்றுக்கொள்கிறீங்க, உங்களுக்கு நேராக கடந்து வருகிறத ஏற்றுக்கொள்கிறீங்கன்னா அந்த வேர்டோட பேர் என்னது? ரேமா. ஹல்லேலூயா ஸ்தோத்திரம். அப்ப ഇനി ഒരു കഷ്ടം என்ன தெரியுமா? ചില വാക്തത്വങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. ഇപ്പൊ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പറയുന്ന ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില വാക്തത്വങ്ങൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. കാരണം പറയാം. ലൂക്ക് 21:24-25 എന്ന് വായിച്ചേ. Luke 1:24-25. അഞ്ച് മാസം എന്ത് ചെയ്തില്ല? പുറത്തു വന്നില്ല. 5 മാസം പുറത്തു വന്നില്ല. എന്തുകൊണ്ട്? ദൈവം സംസാരിച്ചു, അവർക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു. ഇവരെന്ത് ചെയ്തു? 5 മാസം. കല്യാണം കഴിഞ്ഞ് 1, 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾ ഓടി ചാടിച്ചെന്ന് ചർച്ചിൽ സാക്ഷ്യം പറയും. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഭയെ എല്ലാവരും പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ സ്തോത്രം. പാസ്റ്റർ പ്രാർത്ഥിച്ചു, പാസ്റ്ററുടെ കുടുംബം പ്രാർത്ഥിച്ചു, അവര് പ്രാർത്ഥിച്ചു, ഇവര് പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവം എനിക്കൊരു വലിയൊരു വിടുതൽ തന്നു എന്ന് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഓടി വന്ന് സഭയിൽ സാക്ഷി പറഞ്ഞേനെ. പക്ഷെ ഇവരുടെ അവസ്ഥ, ഇവൾ എങ്ങനെ പേരെടുത്തവളാണ്? മച്ചി. മലടി എന്റെ പേരെടുക്ക മിനിമം
ഒരു ക്വാളിഫിക്കേഷൻ 10-15 വർഷമെങ്കിലും വേണം. അല്ലേസ്തോത്രം ഇവർക്ക് ഇനി കുഞ്ഞുണ്ടാകത്തില്ല എന്ന് ഡിക്ലെയർ ചെയ്യുവാൻ അല്ലേസ്തോത്രം അന്നത്തെ കാലത്തിൽ ഇതൊരു എന്ത് പറയാ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. അന്നത്തെ കാലത്തിൽ നമ്മൾ സാമൂഹിക അതായത് സമുദായത്തിലെ ഒരു വഴക്ക് ചൊല്ലുവാങ്കല്ല കൊഞ്ച കാലം കളിഞ്ഞതുക്ക് അപ്പുറം ഇനി ചൊല്ലുവാങ്ക ഇവർക്ക് ഇനി കുഞ്ഞുണ്ടാകത്തില്ല. ഇവരുടെ പേരെന്താണ്? മലടി, മച്ചി എന്ന്. അല്ലേസ്തോത്രം. അപ്പോ തനക്ക് വന്ന இந்த ആശീർവാദത്തെ സക്കറിയ നമുക്കറിയാം അവൻ വിശ്വസിച്ചില്ല അല്ലേ? അവൻ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. എലിസബത്തിനും വിശ്വാസം ഇല്ല. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോ ഇത് എന്തെങ്കിലും ആയിപ്പോയാൽ ഇത്രയും വർഷം 30-40 വർഷം കഴിഞ്ഞിട്ട്, കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ഇവരെല്ലാരും ഭയങ്കര വയസ്സുള്ളവരാണ്. അപ്പൊ 1-2-3 മാസത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഇതില്ലാതായി പോയാൽ, ഓൾറെഡി അപമാനിച്ച് സഹിച്ച് എല്ലാം ജീവിച്ച് ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ തനിക്കൊരു അനുഗ്രഹം വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും സന്തോഷിക്കുമ്പോൾ വീണ്ടും ആ സന്തോഷത്തിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന വേദന. പക്ഷേ അവരത് ഉള്ളിൽ അടക്കി വെച്ചു. 5 മാസം എന്ത് ചെയ്തിട്ട പുറത്തു വന്നില്ല. ചിലതെല്ലാം, ചില വാഗ്ദത്തങ്ങളെല്ലാം പുറത്തു പറയാൻ പറ്റാത്തതായിരിക്കും. കാരണം സൂழ்நிலைകൾ, സാഹചര്യം അതിന് തക്കതായിട്ട് ഉണ്ടാവില്ല. എങ്കിലും വന്നത് ദൈവവചനമാണെങ്കിൽ അതിന് ജീവനും ചൈതന്യവും ഉണ്ടെങ്കിൽ നിശ്ചയം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വന്നത് ദൈവവചനമാണെങ്കിൽ, ദൈവമാണ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ അത് എന്ത് സംഭവിച്ചാലും, ലോകം തലകീഴ് മറിഞ്ഞാലും സംഭവിക്കും. യുദ്ധങ്ങൾ ചുറ്റിലും നടന്നാലും നമുക്ക് സംഭവിക്കേണ്ട നന്മ നമുക്ക് എന്ത് ചെയ്യും? സംഭവിക്കും. ഉൻ പക്കത്തിൽ 1000 പേർ, ഉൻ വലതുപുறம் 10,000 പേർ വിழுந்தாலும் அது உன்னை என்ன செய்யாது? உன்னை என்ன செய்யாது? அணுகாது. உன்னை என்ன செய்யாது? அணுகாது. ഇനി എലിസബത്ത് സക്കറിയ മാത്രമല്ല, മറിയാൾ കാണുന്നവർ ഗബ്രിയേൽ ദൂതൻ എന്താ പറയുന്നത്? 1:26-27 വായിച്ച്. ലൂക്ക് 1:26-27. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന അടുക്കൽ അയച്ചു. യോസേപ്പ് എன்ற നാമമുള്ള പുരുഷനുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. നിയമിക്കപ്പെട്ടിരുന്ന ഒരു കന്യകയിടത്തിற்கு தேவனாலே அனுப்பப்பட்டான். அந்த கன்னிகையின் பேர் மரியாள். நெக்ஸ்ட். ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. മതി. 31. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. മതി. 28. ഇപ്പോൾ ഇട്ട വചനത്തിൽ 29. അവൾ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. അവളോ അവനെ കണ്ട് കലങ്ങി. അത് 29 തന്നെ. அவளோ அவனை கண்டு அவன் வார்த்தையினால் கலங்கி இந்த வாழ்த்துதல் எப்படிப்பட்டதோ என்று சிந்தித்துக் கொண்டிருந்தாள். ஹல்லேலூயா ஸ்தோத்திரம். എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവൾക്ക് കല്യാണം കഴിഞ്ഞിരുന്നിരിക്കുകയാണെങ്കിൽ ഇവൾ ഓടിപ്പോയി സാക്ഷ്യം പറയുവാൻ ഇടയായി തീരും. പക്ഷേ എങ്കിലോ ഇവൾ യോസേപ്പിക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. യോസേപ്പിനെ ഉറപ്പിച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവപുത്രൻ അവളുടെ ഗർഭപാത്രത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഉരുവാകുമെന്ന് വാഗ്ദത്തം ലഭിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ നമുക്ക് നേരെ വരുന്ന ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? രാപ്പകൽ ധ്യാനിക്കണം. ഈ രാപ്പകൽ ഈ വാഗ്ദത്തങ്ങളെ, ഈ രേമേ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വിടാതെ എന്ത് ചെയ്യണം? മറിയാൾ എലിസബത്ത് ഉള്ളത്തിൽ തക്ക வைத்தതുപോലെ സൂழ்நிலைകൾ നമുക്ക് സാധകമില്ലാതിരുന്നാലും என்ன ചെയ്യണമാ? ഹൃദയത്തിൽ തങ്ങിയിരിക്കുവാൻ നാം അനുവദിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ இந்த இரண்டாவது நிலம் செய்த தவறு நம்ம நினைக்கக்கூடாது, செய்யக்கூடாது. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നേരെ വരുന്നതിനെ അലക്ഷ്യമായിട്ട് കരുതി വിടാതെ അതിന്റെ മേൽ ഗവനം வைத்து
അതിന്റെ മേൽ ഗവനം வைத்து 1 തിമോഥെയോസ് 4:15 പറയുന്നത് പോലെ നീ தேறுகிறது யாவருக்கும் விளங்கும்படி ഇവകളെயே ചിന്തിத்து കൊണ്ടിരിക്ക வேண்டும். ഇതിന്റെ മേൽ നിന്റെ ചിന്ത ഇതിന്റെ മേലായിരിക്കണം, നിനക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് 2 മിനിറ്റ്സ് അതോടെ കഴിഞ്ഞു. മൂന്നാമത് നമുക്ക് മൂന്നാമത് നിലം ചെയ്ത തവറ് 8:14. മുറിവടിയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. തമിഴ് உள்ள இடங்களில் விதைக்கப்பட்டவர்கள் வசனத்தை கேட்கிறவர்களாய் இருக்கிறார்கள். கேட்ட உடனே போய் பிரபஞ்சத்திற்குரிய கவலைகளாலும் ஐஸ்வர்யத்தினாலும் കേട്ട ഉടനെ പോയി ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും സ്തോത്രം ഞെരുങ്ങി 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 എന്ത് ചെയ്യുന്നു? ഞെരുക്കി. ഈ വചനവും കൂടെ അങ്ങ് ഞെരുങ്ങി പോയി മാഞ്ഞു പോകുന്നു. അല്ലെ സ്തോത്രം, മാഞ്ഞു പോകുന്നു, മാഞ്ഞു പോകുന്നു. ആണ്ടവർ നമ്മളോട് കൂടെ என்ன செய்கிறார்? கவலைப்படுவதனால் எவன் தன் சரீர அளவில் ஒரு முழத்தை கூட்ட முடியும்? கவலைப்படுவதனால் எவன் தன் சரீர அளவில் ஒரு அளவை கூட்ட முடியும். அல்லே ஸ்தோத்திரம். பிலிப்பியருக்கு எழுதின ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങളിൽ നിങ്ങൾ ഒന്നിற்கும் கவலைப்படாமல் எல்லாவற்றையும் ஸ்தோத்திரத்தோடு கூடிய ஜெபத்தினாலும் விண்ணப்பத்தினாலும் தெரியப்படுத்துங்கள். அப்பொழுது யாருக்குமே கொடுக்க முடியாத ஒரு தேவ சமாதானம் உங்களை என்ன செய்யுமா? ஆளுகை செய்யும், ஆளுகை செய்யும். அல்லே ஸ்தோத்திரம். என்ன செய்யக்கூடாது? எப்ப பார்த்தாலும் அல்லே ஸ்தோத்திரம் முகத்தை அப்படியே வச்சுட்டு அல்லே ஸ்தோத்திரம் துக்க முகமாகவே இருந்துட்டு அல்லே ஸ்தோத்திரம் எப்ப பார்த்தாலும் அல்லே ஸ்தோத்திரம் அழுது புலம்பிட்டே இருந்தா ஏதாவது அப்பாவுக்கு பிடிக்குமா? அல்லே ஸ்தோத்திரம். ഞാനൊരു കാര്യം ചെയ്യാം. ഒരു സ്റ്റോറി. ഇപ്പോ ഒരു ഫാദർ ഉണ്ട്, അല്ലെ സ്തോത്രം. അവർക്ക് മക്കളുണ്ട്. എപ്പോ നോക്കിയാലും അല്ലെ സ്തോത്രം, എപ്പോ നോക്കിയാലും അപ്പൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പോയാൽ അപ്പൻ ഇഷ്ടപ്പെടുവോ? എപ്പോഴും മുഖം ഇങ്ങനെ വീർത്തു വെച്ചിരുന്നാൽ അപ്പൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. അല്ലെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ അപ്പാക്കും അത് ഇഷ്ടം. എപ്പോ பார்த்தாலும் எப்படி இருக்கணுமா? கிறிஸ்துவுக்குள்ள எப்படி இருக்கணுமா? சந்தோஷமா இருக்கணும். கிறிஸ்துவுக்குள்ள எப்பொழுதும் சந்தோஷமாயிருங்கள், சந்தோஷமாயிருங்கள் என்று மெய்யாகவே உங்களுக்கு சொல்லுகிறேன். எப்படி இருக்கணுமா? எப்பொழுதும் சந்தோஷிச்சிருக்கணும், எப்பொழுதும் சந்தோஷிச்சிருக்கணும். ஹல்லேலூயா ஸ்தோத்திரம், ஹல்லேலூயா ஸ்தோத்திரம். നോക്ക്, ഒരു അപ്പന് 2 മക്കളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 2 മക്കൾ. ഇപ്പൊ ബാബു ബ്രദർക്ക് 2 പിള്ളേർ இருக்காங்க അല്ലേ? മൂത്തോള് റനീഷ്മ, ജനീഷ്മ 2 പേരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നില്ല. ഇതുപോലെ 2 പേരുണ്ടെന്ന് വായിച്ചു. 2 മക്കളുള്ള ഒരപ്പൻ. ഒരു മകൾ എപ്പ பார்த்தாலும் തൊട്ടാ ശരിക്ക് പോലെ എന്ന് തൊടുന്നതിന് പിടിച്ചതിന് എല്ലാത്തിനും കരയും. ഒരു മകളാണെങ്കിൽ ഭയങ്കര ധൈര്യശാലിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നിനും എന്ത് ചെയ്യത്തില്ല, ഒന്നിനും ഒരു പേടിയും ഇല്ലാതെ അങ്ങനെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണ്. 2 പേരെയും കല്യാണം കഴിച്ചു വിട്ടു. 2 പേരെയും കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ ഈ കരയുന്ന, എപ്പോഴും കരയുന്ന കൊച്ചുണ്ടല്ലോ, അത് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്തിട്ട് അപ്പീന്ന് ഒരു ടോണിൽ ഇങ്ങനെ സംസാരിച്ചാൽ അപ്പൻ എന്ത് ചെയ്യും? ഓക്കെ, നീ സുഖമല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്, നീ അമ്മയോട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒഴിവായി പോകും. ഇത് റെഗുലറാണ്. പക്ഷേ ബോൾഡായിട്ടിരിക്കുന്ന ഈ കുട്ടി ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട്, അവൾ കരഞ്ഞിട്ട് പോലുമില്ല, പക്ഷെ അവളുടെ സംസാരത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. അടുത്ത 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ അപ്പൻ എവിടെ പോയിരിക്കും? അവരുടെ വീട്ടിൽ പോയിരിക്കും. കാരണം ഈ അപ്പൻ അറിയാം, എൻ്റെ കൊച്ച് ഒന്നിനും വീഴുന്നതല്ല, ഒന്നിനും കരയുന്നതല്ല, പക്ഷേ എന്തോ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത്, അവളെ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഓവർകം ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം യഥാർത്ഥമായി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൻ അടുത്ത സെക്കൻഡ് വരും. മഗ്ദലേന മറിയ ഹല്ലേലൂയ സ്തോത്രം യേശുവിൻ്റെ കല്ലറയിൽ യേശുവിനെ കാണുവാൻ വന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൾ കരഞ്ഞു. യേശു പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ടില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, എന്നെ തുടരുതെന്ന്. ഹല്ലേലൂയ അപ്പോൾ അങ്ങനെയുള്ള കരച്ചിൽ, ഹല്ലേലൂയ സ്തോത്രം, എപ്പോഴും കരയുന്നവരല്ല,
അങ്ങനെ വാസ്തവമായിട്ട് അപ്പയുടെ അടുത്ത് കരയുമ്പോൾ അപ്പ ഏത് ജോലി ആയാലും അപ്പ ഹല്ലേലൂയ സ്തോത്രം പിതാവിന്റെ അടുക്കൽ പോകുന്നത് പോലും തള്ളി വെച്ചിട്ട് തൻ്റെ മകളുടെ അടുക്കേക്ക് വന്ന അപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വന്ന അപ്പനാണ് നമുക്കുള്ളത്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും കരയരുത്. ദൈവം തന്നിരിക്കുന്ന ഈ സൗഭാഗ്യ ജീവിതം ഹല്ലേലൂയ സ്തോത്രം സന്തോഷിച്ച് ജീവിക്കുവാനാണ് തന്നിരിക്കുന്നത്. സന്തോഷത്തോടെ ദൈവത്തിന്റെ അടുക്കൽ എപ്പോഴും സന്തോഷമായിട്ട് നമുക്ക് ആയിരിക്കാം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം കരയുന്ന ഒരു ദിവസമുണ്ട്, നാം അഴുകിற ഒരു നാட்களுണ്ട്. அந்த நாட்கள் தேவ சன்னதியில நாம் அழும் பொழுது என் தேவனாகிய கர்த்தர் எந்த நிலையிலும் நம்மை வந்து ஆற்றி தேற்ற அவர் போதுமானவராய் இருக்கிறார். ஆகாரின் கரைச்சலை கேட்ட தேவன் இன்றைக்கு நம்முடைய கரைச்சலையும் கேட்க போதுமானவராய் இருக்கிறார். நெகேமியா ஹல்லேலூயா ஸ்தோத்திரம் ராஜாவுக்கு பானபாத்திரகாரனாய் இருந்தான். ஹல்லேலூயா ஸ்தோத்திரம் ராஜாவின் இடத்தில் ஹல்லேலூயா ஸ்தோத்திரம் பரிமாறும்போது இதுக்கு முன்பதாக உன்னுடைய முகம் இப்படி இருந்ததில்லை. ஹல்லேலூயா ஸ்தோத்திரம் ഇതിനു മുമ്പേ നിന്റെ മുഖം ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്തോ മനോവിസനമുണ്ട്, ഏതോ ഒരു ദുഃഖം ഉന്നെ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് சொல்லி ராஜா கேட்கும் பொழுது என் ஜனத்தினுடைய கஷ்டத்தை குறித்து நெகேமியா எடுத்து சொல்லும் பொழுது நெகேமியாவுக்கு சகல சௌபாகியங்களும் கொடுத்து அவனை எருசலேமுக்கு நேராக அனுப்பி வைக்கிற ராஜாவை குறித்து பார்க்கிறோம். தேவ பிள்ளைகளே, இன்றைக்கு ஹல்லேலூயா ஸ்தோத்திரம் ஹல்லேலூயா ஸ்தோத்திரம் லூக்கா எழுதின சுவிசேஷம் 8ஆம் அதிகாரத்தில் நிலங்கள் செய்த தவறை போல நானும் நீங்களும் செய்யக்கூடாது. ஹல்லேலூயா ஸ்தோத்திரம். எல்லாரும் കണ്ണുകളെ അടയ്ക്കലാമാ. ഹല്ലേലൂയ സ്തോത്രം. ഈ നിലങ്ങളൊക്കെ ചെയ്ത തെറ്റുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും